അപ്പം നമ്മളെ യൂറോപ്യൻ ട്രിപ്പിൽ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. നേരത്തെയുള്ള രാജ്യങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്വിറ്റ്സർലൻഡ് ടച്ച് ചെയ്തിട്ടാണ് ഇറ്റലിയിലേക്ക് പോകുന്നത്. റൂട്ട് മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ള റൂട്ട് അതെടുക്കാവുന്നതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ റൂട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ജർമ്മനിയിൽ നിന്ന് തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് കുക്ക് ചെയ്യാനുള്ള റൈസും അതുമാതിരി സ്പൈസസും അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് ഇറ്റലിയുടെ നോർത്തേൺ റീജിയനിലേക്കാണ് കേട്ടോ. ലൊംബാർഡി എന്ന് പറയുന്ന റീജിയനിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചതാണ്. ഏതാണ്ട് 8:30 ആയപ്പോഴാണ് എത്തിയത്. അവിടുത്തെ സൺസെറ്റ് നിയർലി 8:30 ആണ് കേട്ടോ. അപ്പം 9:30 ആയിട്ടാണ് കുറച്ചൊക്കെ ഇരുട്ടൊക്കെ വീണിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ജെറാലാറിയോ ആണ് കേട്ടോ. ഇനി ഇവിടുന്ന് അടുത്ത് ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ ഡൊമാസോ എന്ന് പറയുന്ന മെയിൻ ഒരു ടൗൺ ഉണ്ട്. ഇറ്റലിയിൽ നമ്മൾ 2 ഡേ ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമോ എന്ന് പറയുന്ന ലേക്കിൻ്റെ ചുറ്റിനുള്ളൊരു വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ എത്തിയപ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിയർ ബൈ സ്റ്റോഴ്സൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഹോളിഡേ കൂടിയാണ്. ആകെ കിട്ടിയത് ഈ പിസ്സ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് റൈസ് കുക്ക് ചെയ്തു. പിന്നെ നമ്മളതിൽ കുറച്ച് പിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിലുള്ള മസാല വെച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കനും എഗ്ഗൊക്കെ ചിക്കി എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ജർമ്മനി വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ലോക്കൽസ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ രാവിലെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് പുറത്തേക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഡേ ടൈം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അത് രാവിലെ ഇറങ്ങേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതും മിക്കവാറും കാണാനുള്ളതൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം കഴിവതും ഫുഡൊക്കെ ഇതേപോലെ അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് തനിയെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നന്നായിട്ടുണ്ടാവുക. പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളൂ. 5:30 കേട്ടോ ഇവിടുത്തെ സൺറൈസ് എന്ന് പറയുന്നത്. ഇറ്റലിയിൽ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു ട്രിപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കോമോ എക്സ്പ്ലോറിനായിട്ട് ഇറങ്ങുവാണ്. ആദ്യം പോകുന്നത് നമ്മൾ മെനാജിയോയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂസൊക്കെ നമുക്കൊന്ന് കാണാം. വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കുറേ സ്പോട്ടുകൾ അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺ ഡേ അതിനായിട്ട് വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ താമസിക്കുന്ന ജെറാലാറിയോന്ന് നിയർലി 1 hour ഉണ്ട് കേട്ടോ ഈ മെനാജിയോയിലേക്ക് എത്താനായിട്ട്. ഈ കോമോ ലേക്കിന് ചുറ്റുമുള്ള ടൗൺസാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് മെനാജിയോയിലേക്കാണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടുത്തെ ലോക്കൽസ് തന്നെ ഇട്ടേക്കുന്ന കുറച്ച് സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്. ഓവർ ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല. എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. പിന്നെ ഈ സ്റ്റോളിൽ നിന്നൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. കുറച്ച് കോമോ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് നടക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. എല്ലാം തന്നെ വാക്കബിൾ ഡിസ്റ്റൻസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നടന്ന് തന്നെ കാണാവുന്നതാണ്. ലേക്കും മൗണ്ടൻ വ്യൂ അതേപോലെ തന്നെ ആ ഓപ്പോസിറ്റ് സൈഡിൽ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതുവഴി നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കുറച്ചധികം പോസ്റ്റ് കാർഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ കുറച്ചധികം അവിടെയൊക്കെ ചുറ്റി കണ്ടു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐസ്ക്രീം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഐസ്ക്രീം പോലെയല്ല, കുറച്ചും കൂടി തിക്ക് ടൈപ്പാണ് ഇവിടുത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത്. വാനിലയും ചോക്ലേറ്റും അതേപോലെ തന്നെ കോഫിയൊക്കെ ചേർന്നിട്ടുള്ള ഫ്ലേവേഴ്സാണ് നമ്മൾ ട്രൈ ചെയ്തത്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു.
ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ബെലാജിയോയിലേക്കാണ്. ഈ കോമോ ലേക്കിന് ചുറ്റും തന്നെയാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് നമ്മൾ ഫുൾ പോകുന്നത് ആ ലേക്ക് വ്യൂ കണ്ടിട്ട് തന്നെയാണ്. അപ്പം നമ്മളിപ്പം നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഒരു നിയർലി 3 അവർ ട്രാവൽ ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. മെനാജിയിൽ നിന്നും ബെലാജിയിലേക്ക് ടാക്സിയിൽ പോകണമെങ്കിൽ നിയർലി 70 യൂറോ വരേക്കും ആവാം കേട്ടോ. പക്ഷേ ഫെറി സർവീസ് അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ നിയർലി 4 യൂറോൻ്റെയൊക്കെ അകത്തേ ഉണ്ടാവുള്ളൂ. ഫെറി പക്ഷേങ്കിൽ നൈറ്റ് 8 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫെറി സർവീസ് എടുക്കുകയാണെങ്കിൽ നിയർലി 20 മിനിറ്റ്സ് ഒക്കെ മതിയാവും കേട്ടോ അവിടെ നിന്ന് അവിടെ വരെ എത്താനായിട്ട്. ഹാഫ് അവർ കൂടുതൽ എടുക്കില്ല. മെനാജിയും ബെലാജിയും കൂടാതെ വേറൊരു സ്പോട്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് വെറണയാണ്. പക്ഷേങ്കിൽ ബെലാജിയോൻ്റെ അത്രയും വലുതല്ല കേട്ടോ വെറണ. കുറച്ചും കൂടി റിലാക്സ്ഡ് സ്പോട്ടാണ് അവിടെ. ലേക്കിൻ്റെ കുറച്ചും കൂടി നല്ല വ്യൂവും അതേപോലെ തന്നെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബെലാജിയോയിൽ തന്നെയാണ്. നമ്മൾ ബെലാജിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു റൊമാൻറ്റിക് ഡെസ്റ്റിനേഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലേസാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്, ഭയങ്കര വൈബാണ്. ഇതുവഴി ചുമ്മാ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നിങ്ങൾ ഇറ്റലി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് ഒരിക്കലും മിസ്സാക്കരുത്. ബെസ്റ്റും അതേപോലെ തന്നെ ക്ലാസിക് യൂറോപ്യൻ ഇൻസ്പയർഡ് ഡിസൈനിലാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. ഒരു ഫസ്റ്റ് ക്ലാസ് സെറ്റപ്പാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം തന്നെ. ഹോട്ടൽസും അതേപോലെ തന്നെ റൂമും ഒക്കെ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് അതേമാതിരി കുറച്ച് ലക്ഷറി ആയിട്ടൊക്കെ താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആ ലേക്കും മൗണ്ടൻ വ്യൂ കിട്ടുന്ന പോലെ അതേപോലെ തന്നെ മേപ്പിൾ മരങ്ങളുടെ ഇടയ്ക്കാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് അതേപോലെ തന്നെ കപ്പിച്ചിനൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം തന്നെ. നിയർലി ഒരു മെയ് ജൂൺ ആ ഒരു സമയത്താണ് ഇവിടുത്തെ ഗാർഡൻസ് എല്ലാം ബ്ലൂം ചെയ്യുന്നത്. അപ്പം ഭയങ്കര പച്ചപ്പും ലേക്കും മൗണ്ടൻ വ്യൂവും എല്ലാം കൂടി ഭയങ്കര ഒരു വൈബാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ബെലാജിയോ പോകുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പ്ലേസിൽ ചുമ്മാ ഇരുന്ന് തന്നെ ഭയങ്കര സ്ട്രെസ് റിലീഫാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. അപ്പം നമ്മൾ അവിടുത്തെ പിzzയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലി വന്നിട്ട് ഒരു ഇറ്റാലിയൻ പിസ്സ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്താ അല്ലേ. തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഫെറി അവൈലബിൾ ആണ്. അപ്പം അതെടുക്കുകയാണെങ്കിൽ നമ്മൾ 1 അവറിൽ തിരിച്ചെത്തും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ 3 അവർ ഡ്രൈവ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫെറി എടുക്കുകയാണ് കേട്ടോ. ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തിരിച്ച് ഡ്രൈവ് തന്നെ എടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് കുറച്ച് ടയേർഡാണ് പോയി റെസ്റ്റൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ ഫെറി എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. 2 പേഴ്സൺ അതേപോലെ തന്നെ കാറും കൂടി ടിക്കറ്റ് എടുക്കുമ്പോൾ 15 യൂറോ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ കാറ് നേരെ ഫെറി വന്നപ്പോൾ അതിലേക്ക് കയറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് ലേക്ക് വ്യൂവും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ കോമോ ലേക്കിൻ്റെ തന്നെ പല പല സ്പോട്ടിലേക്കും ഫെറി അവൈലബിൾ ആണ്. എല്ലാത്തിനെയും കണക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഫെറി. ഓരോ മണിക്കൂറിലും ഫെറി വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ രാത്രി 8 മണിക്കാണ് കേട്ടോ ലാസ്റ്റ് ഫെറി അവൈലബിൾ ആയിട്ടുള്ളത്. ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫെറി എടുത്തിട്ട് ഓരോ വില്ലേജിലേക്കും പോകുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. കുറച്ച് ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ടൈം നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും. കോമോ ലേക്കിൻ്റെ നല്ലൊരു വ്യൂവും കിട്ടും നമുക്ക്. നമ്മൾ ഫെറിയിലേക്ക് കയറുമ്പം തന്നെ സൺസെറ്റ് അവർ ആയിട്ടുണ്ടോ. ലാസ്റ്റ് ഫെറിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫെറി ഇറങ്ങിയിട്ട് നമ്മൾക്ക് ഒരല്പം കൂടി ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നിയർലി 9:30 ഒക്കെ ആയിട്ടുണ്ട്.
ഇതൊരു വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തായിട്ട് ഭയങ്കര മോൾ അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല കേട്ടോ. കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്റ്റോൾസ്, കടകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വന്നതിന് ശേഷം ടയേർഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൂളിൽ കുറച്ച് നേരം അടുത്ത ദിവസം മോർണിംഗ് കളിച്ചതിന് ശേഷം അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുവരേക്കും നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രോസറിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു നിൽക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇവരുടെ റീജിയണൽ ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ അവർക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിലായാൽ പോലും അവർക്ക് ചിലതൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അന്ന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കാക്കിയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ അന്നത്തേക്ക് ലഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഡൊമാസോ എന്ന് പറഞ്ഞൊരു ടൗണിലേക്കാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവാണ് കേട്ടോ അങ്ങോട്ടുള്ളത്. അവിടെയും ലേക്കും മൗണ്ടൻ്റെയൊക്കെ ഒരു നല്ല വ്യൂ ആണ്. അപ്പം ലേക്കിൻ്റെ തന്നെ ലേക്കും മൗണ്ടനും തന്നെയാണ് ഫുള്ളും കാണുന്നതെങ്കിലും ഓരോ പ്ലേസിനും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഇറ്റലിയിലേക്ക് എത്തിച്ചേർന്ന ദിവസം നമ്മൾ ഏതാണ്ട് നൈറ്റായിട്ടുണ്ട് എത്തിച്ചേർന്നപ്പോൾ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പുറത്തൊന്നും പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് 2 ഡേയ്സാണ് നമ്മൾ പുറത്തൊക്കെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ യാത്രയാണ്. അപ്പം ആ 2 ദിവസമാണ് ഇറ്റലിയിൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. യൂറോപ്പിലെ മിക്ക പ്ലേസിലും ഇതേപോലുള്ള ടാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിൽ വാട്ടർ എടുക്കണമെന്നില്ല. ഈ വെള്ളം നല്ല സേഫാണ് കുടിക്കാനായിട്ട്. കുറച്ച് നേരം നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. ആ ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പല പല കളറിലാണ് ഓരോ ബിൽഡിങ്സ് ഉണ്ടായിരുന്നത്. അപ്പം ആ ലേക്ക് മൗണ്ടൻ വ്യൂ ഓപ്പോസിറ്റ് സൈഡിലെ ഈ ബിൽഡിങ്സൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പിസ്റ്റാഷ്യോ കപ്പിച്ചിനോ ആയിരുന്നു, അത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവരുടെ കുറച്ച് ലോക്കൽ ഫുഡ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ലോക്കൽസ് ഉണ്ടാക്കുന്ന ഒരു പിzzയാണിത്. അപ്പം ഇതിൽ റിക്കോട്ട ചീസാണ് അവർ വെച്ചേക്കുന്നത്. തിൻ ടൈപ്പല്ല, കുറച്ച് തിക്കായിരുന്നു കേട്ടോ. വീറ്റ് ഫ്ലോർ ആണോ എന്ന് അറിയില്ല, വേറൊരു ടെക്സ്ചറായിരുന്നു. കുഴപ്പമില്ല. മറ്റേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പിzzയുടെ ടേസ്റ്റ് അല്ല, എന്നാലും കഴിക്കാൻ കൊള്ളായിരുന്നു. ഭയങ്കര മിനിമലായിട്ട് മാത്രമേ അവർ സ്പൈസസ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് ഹെർബ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലതായിരുന്നു എല്ലാം. ഈ ഒരു ഐറ്റത്തിൻ്റെ അകത്ത് മീറ്റാണ് വെച്ചേക്കുന്നത്. കണ്ടിട്ടത് കുക്ക്ഡ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് കുക്ക്ഡാണ്. ഇന്നൊരു നൈറ്റും കൂടി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം പുറത്തൊക്കെ നിന്നിട്ട് ലേറ്റായിട്ടാണ് റൂമിലേക്ക് പോയത്. നൈറ്റ് പാർട്ടിക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവരുടെ ഫെസ്റ്റിവൽ സീസണാണിപ്പം. അപ്പം അതിൻ്റേതായ കുറച്ച് മ്യൂസിക്കൽ ഷോസും അതുപോലെ തന്നെ ഫയർ വർക്ക്സും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇറ്റലിയിൽ കോമയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന അതിമനോഹരമായൊരു പ്ലേസ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. Stay tuned. Bye bye.